നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാരി എസ്, പ്രിൻസിപ്പൽ ഓഫ് KET കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, പറമ്പിൽമുകൾ, ബാലുശ്ശേരി. ഇന്ന് എനിക്ക് സംവദിക്കാനുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും അതേപോലെ അധ്യാപകരോടുമാണ്. വിഷയം എന്തെന്നാൽ എക്സാം ഫിയർ അല്ലെങ്കിൽ പരീക്ഷപ്പേടി. ഒരു നല്ല ശതമാനം കുട്ടികളിൽ പരീക്ഷപ്പേടി കാണപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വാക്കൊന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ പരീക്ഷ പേടി, നമ്മൾ സാധാരണ പേടി എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തിനെയോ ആണ് പേടിക്കേണ്ട ആവശ്യം. പരീക്ഷ എന്തുകൊണ്ട് കുട്ടികളെ ഭയപ്പെടുത്തുന്നു? അത് ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികൾ എന്ത് മനസ്സിലാക്കി തങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പാഠ്യവിഷയങ്ങളിൽ അവർ എത്രമാത്രം മനസ്സിൽ അത് ഉൾക്കൊണ്ടു എന്നറിയാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് പരീക്ഷ എന്ന് പറയുന്നത്. പല വിദ്യാർത്ഥികളും ഇതിനെ തങ്ങളെ വിലയിരുത്തുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയായി കണക്കാക്കണം. അതായത് എനിക്ക് എന്ത് കഴിവുണ്ട്, ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ വിലയിരുത്തുന്ന ഒരു ഉപാധിയാണ് പരീക്ഷ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെയോ നിങ്ങൾ ആരാണ് എന്ന് അളക്കാനുള്ള ഒരു ഉപാധിയേ അല്ല, മറിച്ച് നിങ്ങളുടെ പാഠ്യവിഷയങ്ങൾ നിങ്ങൾ എത്രമാത്രം ഉൾക്കൊണ്ടു അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്രമാത്രം ആഴ്ന്നിറങ്ങി എന്നറിയാനുള്ള ഒരു ഉപാധി മാത്രം. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സിലബസ് പ്രകാരം 10ാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളും കുട്ടികൾ എല്ലാ വിഷയങ്ങളും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിലും പഠിച്ചേ മതിയാവും. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് പുതിയൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ മാർക്ക്, 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് ഇപ്പോഴും ഒരു വലിയ ഘടകം തന്നെയാണ്. തങ്ങൾക്കിഷ്ടമുള്ള വിഷയം 10ാം ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത് ഈ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പരീക്ഷാ പേടിയെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ ക്ലാസ് മുറികളുടെ പ്രത്യേകത നമുക്കറിയാം. പണ്ടത്തെ പോലെയല്ല. കുട്ടികൾ അധ്യാപകരുടെ സഹായത്തോടുകൂടി തങ്ങളുടെ പുതിയ അറിവുകൾ ചർച്ചയിലൂടെയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, തങ്ങളാൽ കണ്ടെത്തപ്പെട്ട പുതിയ അറിവുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് എന്തിനാണ് നാം പേടിക്കേണ്ടത്? കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠഭാഗങ്ങളാണ് 8ാം ക്ലാസ്സിലുള്ളത്. 9ാം ക്ലാസ്സിലുള്ള കുട്ടിക്കാണെങ്കിലും അവന് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണുള്ളത്. അതായത് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള കുട്ടിയാണോ ആ കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പാഠഭാഗങ്ങൾ മാത്രമേ നമ്മുടെ കരിക്കുലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ളൂ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലുറപ്പിക്കുക. ഇത് എനിക്ക് പഠിക്കാനുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മനസ്സിലൊരു ആത്മധൈര്യം വരും, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഇതെനിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്, ഞാനും കൂടെ പങ്കാളിയായാണ്. ഇത് പലപ്പോഴും ക്ലാസ് മുറിയിൽ ചർച്ചയിൽ കൂടിയൊക്കെയാണ്, എൻ്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ അറിവ് ഉണ്ടാക്കപ്പെടുന്നത്, അല്ലേ, നിർമ്മിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ എന്തിനെ ഭയക്കണം എന്നൊരു ചിന്ത കുട്ടികളിൽ ആഴത്തിലുണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ തലച്ചോറിനെക്കുറിച്ച് നമ്മളൊന്ന് നിമിഷം ആലോചിച്ച് നോക്കും. നമ്മുടെ തലച്ചോറിന് അപാര കഴിവുള്ള ഒരു മേഖലയാണ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന അറിവുകളെ നല്ല രീതിയിൽ അപഗ്രഥിക്കുവാനും അതിനെ പ്രോസസ്സ് ചെയ്ത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ, നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുവാനും ഒക്കെ കഴിവ് നമ്മുടെ തലച്ചോറിനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ പാഠഭാഗങ്ങൾ വേണ്ടപ്പോൾ ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തെടുത്ത് എഴുതുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്കതിന് സാധിക്കും, വളരെ നിസ്സാരമായി സാധിക്കും. ഇനി നമുക്ക് ചില ആളുകൾക്ക് ചില വിഷയങ്ങളോട് ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതലും ഒക്കെ ഉണ്ടാകും. അത് വ്യക്തിവൈവിധ്യങ്ങളനുസരിച്ചിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കുട്ടികളെ, അതായത് നിങ്ങളെ പലപ്പോഴും നിങ്ങളുടെ രക്ഷകർത്താക്കളോ അധ്യാപകരോ ഒക്കെ നിർബന്ധിക്കുന്നുണ്ടാകും, നല്ല മാർക്ക് വാങ്ങണം. അതിന് പിന്നിലുള്ള കാര്യം ഇതുതന്നെയാണ്. നിങ്ങൾക്കൊരു ഉയർന്ന ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അവിടെ തീർച്ചയായും മാർക്കൊരു ഘടകം തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കാര്യം നിങ്ങൾ ബോധ്യപ്പെടുക. രണ്ടാമതായി ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ തലച്ചോറിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ച് നിങ്ങൾ ബോധവതിയാവുക. പിന്നീട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ച കരിക്കുലമാണ്, അല്ലെങ്കിൽ പുതിയ അറിവുകൾ നിങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് നിർമ്മിക്കുന്നത്. പിന്നെ എന്തിന് ഞാൻ ഭയക്കണം? അപ്പോൾ ഈ പരീക്ഷയെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് ഏത് വിധത്തിലാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക? ചിലർക്ക് മൗന വായനയായിരിക്കാം,
ചിലർക്ക് ഉറക്കെ വായിച്ച് പഠിക്കുന്നതാകാം, ചിലർക്ക് മറ്റൊരാൾ വായിച്ച് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകുന്നവർ. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ആധുനികമായ ഒരുപാട് ഗാഡ്ജറ്റുകളുണ്ട്. കുട്ടികൾക്ക് തന്നെ നിങ്ങൾക്ക് ഉള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ തന്നെ വായിക്കൂ, നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യൂ. പിന്നീട് നിങ്ങൾ വിശ്രമവേളകളിലൊക്കെ ഈ റെക്കോർഡിങ്സ് കേട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ പാഠഭാഗം നിങ്ങൾക്ക് ഹൃദിസ്ഥമാക്കാൻ കഴിയുകയും അത് ആവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യും. പരീക്ഷാ സമയത്ത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് അതിനെ നിങ്ങൾക്ക് പുറത്തെടുക്കുവാനും കഴിയും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പരീക്ഷയെ പേടിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ നിങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഏത് സമയമാണോ പഠിക്കാൻ, പുലർകാലമാണോ രാത്രിയാണോ, അതിനനുസരിച്ച് അവർക്ക് സമയക്രമം ശരിയാക്കി കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വിദ്യാർത്ഥികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് പഠനത്തിനുള്ള സമയത്തെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ആ സമയം നിങ്ങൾ മറ്റ് ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ രക്ഷിതാക്കളെ പറ്റിക്കരുത്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? എന്ത് പഠിക്കണം എന്നതിനേക്കാൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ മെത്തേഡ് അനുസരിച്ച് നിങ്ങളുടെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോയി പരീക്ഷയ്ക്ക് യാതൊരു പേടിയും കൂടാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനും നല്ല വിജയം കൈവരിക്കാനും സാധിക്കുന്നതേ ഉള്ളൂ.